നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. യുവതിയുടെ മരണം കൊലപാതകമെന്ന് സൂചന. ഭർത്താവ് രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിൽ. ഇയാളുടെ ഓട്ടോറിക്ഷ പോലീസ് കണ്ടെത്തി. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. പേരൂർക്കട ഹാർബപുരം സ്വദേശിനി മായ മുരളിയെയാണ് വീടിനോട് സമീപമുള്ള പറമ്പിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശക്തമായി മൂക്കിനേറ്റ മർദ്ദനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ വേറെയും മർദ്ദനമേറ്റ പാടുകളുണ്ട്. വീട്ടിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ മൊഴി നൽകിയിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. രഞ്ജിത്ത് ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉച്ചയോടെ പോലീസ് കാട്ടാക്കട ചൂണ്ടുപലകയിൽ ഒരു ഹോട്ടലിന് പുറകിലെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തി സീൽ ചെയ്തു. ഓട്ടോറിക്ഷ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. 2019 സിവിൽ ഡിഫൻസ് അംഗമായ മായ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലും ഈ കഴിഞ്ഞ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറായും പങ്കെടുത്തിട്ടുണ്ട്. 2 പെൺമക്കളാണ് മായയ്ക്കുള്ളത്. മൂത്ത കുട്ടി ഓട്ടിസം ബാധിച്ച് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 2 മാസം കൊണ്ട് കുട്ടികൾ 2 പേരും ആദ്യത്തെ ഭർത്താവിന്റെ കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. 8 വർഷങ്ങൾക്ക് മുന്നേ മായയുടെ ആദ്യത്തെ ഭർത്താവ് ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത്ത് എന്ന ഓട്ടോ ഡ്രൈവറെ വിവാഹം കഴിച്ച് മക്കളും ഒരുമിച്ച് വട്ടിയൂർക്കാവ് നെട്ടയത്ത് താമസമാക്കിയത്. മക്കൾ തിരിച്ച് ആദ്യ ഭർത്താവിന്റെ കുടുംബത്തിൽ പോയപ്പോഴാണ് കാട്ടാക്കട മുതിയാവിളയിൽ വാടകയ്ക്ക് താമസമാക്കിയത്. തിരുവനന്തപുരം നിലയത്തിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന് കീഴിൽ സിവിൽ ഡിഫൻസിലെ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡനായിരുന്നു മായ. കഴിഞ്ഞ 8 മാസം മുന്നേ രഞ്ജിത്ത് ചേച്ചിയും കൊണ്ട് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പൊ അവള് പോവാൻ നേരത്ത് 2 പിള്ളേരെ എടുത്തുകൊണ്ടാണ് പോയത്. അതിൽ മൂത്ത കുട്ടിക്ക് ഓട്ടിസം ആയതുകൊണ്ട് ആ രഞ്ജിത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പം അവൻ ഓക്കെ അല്ല, പെണ്ണ് വിഷയത്തിൽ കുറച്ച് വീക്ക്നെസ് പോയിന്റുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പോലീസുകാർ പറഞ്ഞെന്ന് വെച്ചാൽ കുട്ടികളെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികൾ അവളെ കൂടെ വിടുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു 6 മാസം മുന്നേ ഇവിടെ പോയി 2 മാസത്തിന് ശേഷം ചേച്ചി പോയി 2 മാസത്തിന് ശേഷം കുട്ടികളെ മൂത്ത കുട്ടിക്ക് ചികിത്സയ്ക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ഈ 2 കുട്ടികളെ നമ്മൾ അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തത്. ചേച്ചിയെ പല പ്രാവശ്യം അവ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത സാക്ഷികളുണ്ട്. അവളെ കൊണ്ടുപോണേക്കാളും മുമ്പ് റോട്ടിലിട്ട് അടിച്ച സാക്ഷിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയിട്ട് അടിച്ച ഈ ഇളയക്കുട്ടി 7 വയസ്സായ ഈ ഇളയക്കുട്ടിയുടെ മുമ്പിൽ വെച്ച് വരെയും അവൻ അടിച്ച് ആ കുട്ടി കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് 2 ദിവസം മുന്നേ എന്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞ എന്റെ അമ്മയെ ഒന്ന് രക്ഷിച്ചു കൊണ്ടുപോവാ കുഞ്ഞ, നമ്മളെ കൊണ്ടുവന്ന പോലെ എന്ന് പറഞ്ഞു. ഞാൻ അന്നും പേരുക്കട സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്തു. കുട്ടികളുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല. മായയെ വിളിച്ചു ചോദിച്ചപ്പോൾ മായയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. കേസെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അവള് കുട്ടികളെ കാണാൻ വേണ്ടി വരണു എന്ന് രാത്രി 10:30 ഞങ്ങളോട് വിളിച്ച് മൂത്ത മനോജ് മരിച്ചുപോയ ആക്സിഡന്റ് പറ്റി മരിച്ചുപോയ അവളുടെ ചേച്ചിയുടെ ആദ്യ ഭർത്താവിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഞാൻ 10:30 ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്, വരുവാണ്, ഞാൻ ഇനി മക്കളെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും അവനെ ഉപേക്ഷിച്ചിട്ട് വരണമെന്ന് മനസ്സോടുകൂടി അവൾ വരാൻ തയ്യാറായതാണ്. ആ തയ്യാറായവളാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവളെ മരണത്തിന് ഞങ്ങളെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സംശയമുണ്ട്. അവൾ കിടന്ന ആ ഡ്രസ്സ് എന്ന് പറയുന്നത് അവളെ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി ഇട്ടിരുന്ന ഡ്രസ്സാണ്, പുറത്തു പോകാൻ നേരത്തെ ഇടുന്ന ഡ്രസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ആ മരണത്തില് ഈ പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് പങ്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പോലീസുകാര് ക്ലിയർ ആയിട്ട് അത് അന്വേഷിക്കുക, ഞങ്ങൾക്ക് നീതി നേടിത്തരിക എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. ആരുമില്ല സഹായിക്കാൻ.